beauties out there, welcome or welcome back to our channel Style Up with Sneha. I hope you all are doing great today. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ thumbnail കണ്ടതുപോലെ തന്നെ ഒരു ഹോട്ട് എയർ ബ്രഷിന്റെ റിവ്യൂ വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പം ലൈക്ക് ഒരു ഹെയർ ബ്രഷ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ്. ബിക്കോസ് എപ്പോഴും സാലോണിൽ പോയിട്ട് നമുക്ക് ഹെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ്. പെട്ടെന്ന് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ സാലോണിൽ പോവാന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. മേ ബി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മടിക്കും, ഇനി സാലോണിലൊക്കെ പോകണ്ടേ എന്ന് വെച്ചിട്ട് നമ്മൾ മടിക്കും. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഹെയർ ബ്രഷ് കാര്യങ്ങൾ നമ്മൾ നല്ല ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോഴോ ഒന്ന് ലൈക്ക് ഇച്ചിരി നന്നായിട്ട് നിൽക്കണം എന്നുള്ള ഡേയ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സാലോൺ ലൈക്ക് ഫിനിഷിൽ ഹെയർ ചെയ്യാനും കാര്യങ്ങളിലും ഒക്കെ പറ്റും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. നമ്മൾ അർബൻ യോഗിന്റെ 3-in-1 ഹോട്ട് എയർ ബ്രഷ് മേടിച്ചിട്ടുണ്ട്. സോ അതിന്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ആസ് യു കെൻ സി 3-in-1 ഹോട്ട് എയർ ബ്രഷ്. അർബൻ യോഗ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് ആക്ച്വലി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവരുടെ തന്നെ സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് അർബൻ യോഗിന്റെ തന്നെ അവരുടെ തന്നെ സൈറ്റിൽ നിന്നാണ്. ബിക്കോസ് എനിക്ക് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് ബെറ്റർ ആയിട്ട് തോന്നിയതും പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഒക്കെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അവരവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാനാണ്. ബിക്കോസ് കൂടുതൽ എന്താ പറയുക പാഴ്സൽസ് മാറി വരാനും ഒക്കെ ഉള്ളൊരു ചാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ ദിസ് ഇസ് ഹൗ ദി പാക്കേജ് ലുക്ക് ലൈക്സ്. ആൻഡ് എനിക്ക് വന്ന ഇതേപോലൊരു പാക്കേജിനകത്താണ് നമുക്ക് പ്രൊഡക്റ്റ് വന്നത്. സോ അപ്പൊ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു കുറെ സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓപ്പൺ ചെയ്ത് അപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ആ കബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കി കൺഫേം ചെയ്തിട്ടാണ് ഡെലിവറി ഏജന്റിനെ വിട്ടത്. സോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്ക് കിട്ടിയത് അർബൻ യോഗിന്റെ 3-in-1 ഹോട്ട് എയർ ബ്രഷ് തന്നെയാണ്. സോ ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് നോക്കാം. ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. ആ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രയറിനാണല്ലോ സ്റ്റൈൽ ചെയ്യാനാണല്ലോ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. ആൻഡ് ഇത് നമ്മൾ ഹെയർ വരുന്നത് നമ്മുടെ ഹെയർ ഡ്രയർ ആണ്. സോ അതർ ദാൻ ദിസ് ഇതിനകത്ത് ഒരു ഹൗ ടു യൂസ് ഡയറക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബുക്ക്ലെറ്റും ഒരു വാറണ്ടി സ്ലിപ്പും ഉണ്ട്. 1 year വാറണ്ടി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ബ്രഷ് ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും തരുന്നത്. ലൈക്ക് എങ്ങനെയാണ്, ഹൈപ്പിന് എത്ര ഉണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. സോ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് മാത്രം പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആസ് യു കെൻ സീ നമ്മുടെ കൂൾ എയർ, ഹോട്ട് എയർ, അങ്ങനെ നമുക്ക് 5 ഹീറ്റ് സെറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചൂട് കൂടുതലാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഡിഫിക്കൽട്ട് ഒന്നും ഇല്ലാതെ അപ്പം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ തന്നെ അഡ്ജസ്റ്റ് ആവും. നമ്മൾ ആ ഒരു പ്രഷർ പോലും കൊടുക്കണം. അത്രയും ഈസി ടു യൂസ് കൺവീനിയന്റ് മാനറിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, അത്രയ്ക്ക് വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് അടുത്തത് ഈ നോഡാണ്, 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു നോഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പല സൈഡിലേക്കും പോകുമ്പോൾ അതൊരു ഡിഫിക്കൽട്ടി ആവില്ല. നമുക്കിതിൽ ഡിറ്റാച്ച് ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു ലോക്കിനുണ്ട്, നമ്മളിതിങ്ങനെ വയ്ക്കുക, ലോക്കിൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനും അത്രയും സിമ്പിൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയർ ഡ്രൈയിന് യൂസ് ചെയ്യുന്നതും. ഇതും നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക, ഈസി ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാനും പറ്റും. സോ ഈ 3 പാർട്ടീഷൻസ് ആയിട്ടാണ് നമ്മുടെ അർബൻ യോഗിന്റെ ഹോട്ട് എയർ ബ്രഷ് വരുന്നത്. സോ ഈ പറഞ്ഞതുപോലെ സെറാമിക് പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് വോളിയം പ്രൊവൈഡ് ചെയ്യും. 5 ഡിഫറെന്റ് ഹീറ്റ് സെറ്റിംഗ്സ് ഉണ്ട്. ആൻഡ് 360 ഡിഗ്രി നോട്ട്സ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ നമുക്ക് ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ക്ലെയിം ചെയ്യുന്ന പോലെയൊക്കെ വരുന്നുണ്ടോ, ഹൗസ് നമ്മൾ ശരിക്കും യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മളപ്പോൾ ഇനി ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് എങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇത് നമ്മൾ വെറ്റ് ഹെയറിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. സോ ഇപ്പം ഞാൻ പോയി ഒന്ന് ഹെയർ വെറ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഹെയർ നനഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 70% ഡ്രൈ ആയ ഒരു ഹെയറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനാ, സ്റ്റൈലിംഗ് ചെയ്യാനായിട്ട്. സോ ഇപ്പം ഞാനൊന്ന് വെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഹെയർ. സോ നമുക്കൊന്ന് ബ്ലോ ഡ്രൈ ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്ന പോർഷൻ എടുത്ത് ഇതേപോലെ നമ്മൾ വച്ച് അല്ലോ ലീവ് ചെയ്യണം. അപ്പം തന്നെ അത് ലോക്കായി ഉണ്ട്. സോ ഇത് വെച്ചാണ് നമ്മൾ ഇനി ഡ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കൂൾ എയറിലിട്ട് ഡ്രൈ ചെയ്യാം. കണ്ടോ, ഈ ഒരു സൗണ്ടാണ്, ഇത്രയും ഒരു സൗണ്ടാണ് വരുന്നത്.
ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ഈ സൈഡ് ഹെയർ ഡ്രൈ ചെയ്ത് നമ്മൾ ബനിയോഗിന്റെ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇത് നമ്മൾ നോർമൽ ആയിട്ട് ബ്രഷ് ചെയ്ത് ആ ഒരു ചേഞ്ച് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ ഒരു ഹെയർ ഒരു 70% ഡ്രൈ ആയിട്ടുണ്ട്. ഫുൾ ഡ്രൈ ആക്കണ്ട, ഒരു 70% ഓഫ് ഡ്രൈ ഹെയറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് ഈസി ആയിട്ട്, ഇതുവരെ ഞാൻ യൂസ് ചെയ്ത സമയത്ത് അങ്ങനെ ഹോട്ട് ഒന്നും ആയിട്ടില്ല, വളരെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടോ, ഇങ്ങനെ പിടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. യെസ്, കണ്ടോ, അതും ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ആക്ച്വലി ഏറ്റവും ഒരു മീഡിയം അല്ലെങ്കിൽ ഹൈ ഹീറ്റ് സെറ്റിംഗിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മളൊരു ഹെയർ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബി ബ്ലെൻഡിന്റെ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല. സോ സ്ട്രീക്സിന്റെ ഹെയർ സിറം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് സിറം വിൽ ഓൾസോ വർക്ക് ആസ് ആ ഹെയർ പ്രൊട്ടക്ടർ, ബട്ട് സ്റ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബി ബ്ലെൻഡിന്റെ നമ്മുടെ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ്. സോ തൽക്കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഹെയർ എന്ത് ചെയ്യുന്ന സമയത്തും ഹെയർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ബിക്കോസ് ലോങ് ടേം ഹെൽത്ത് ഓഫ് അവർ ഹെയർ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ എൻസിലൊക്കെ ആണെങ്കിലും നല്ലോണം യൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഹെയർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സോ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മീഡിയം സെറ്റിങ്ങിലിടാം. ഈ ഒരു ഫ്രണ്ട് പോർഷൻ പാർട്ടീഷൻ ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. സോ ഈ ഒരു പോർഷനിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് പാർട്ടീഷനായിട്ട് എടുത്ത് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ അത് അത്രയും കറക്റ്റായിട്ട് വരത്തുള്ളൂ. പയ്യെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്യാം. ഫ്രണ്ട് പോർഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തീരെ അടുത്തേക്ക് കൊണ്ടുവരരുത്. ഫ്രണ്ടിൽ നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു ഇത് കിടക്കത്തുള്ളൂ. സോ ദിസ് ഇസ് ദ ഫൈനൽ റിസൾട്ട്. ആസ് യു കൻ സീ, കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, കുറച്ച് അൺമാനേജബിൾ ഫ്രിസി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ട് നമ്മളിങ്ങനെ കൈ ഇടുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും, ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അത്രയ്ക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. ഞാൻ ആക്ച്വലി അഗാരോടെയും അർബൻ യോഗിന്റെയും ഇടയിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് രണ്ടും ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ മേടിക്കാൻ നിന്ന സമയത്ത് ഇത് രണ്ടും ഈക്വലി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ത്രൂ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഇതിൽ ഏത് വാങ്ങണം, ഏതായിരിക്കും നല്ലത് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഫൈനലി എത്തിയ കൺക്ലൂഷൻ ആണ് അർബൻ യോഗിന്റെ 3-in-1 ഹോട്ട് എയർ ബ്രഷ്. ബിക്കോസ് എനിക്ക് തോന്നി അഗാരോ കുറച്ചുകൂടെ ഒരു വലുതാണ്, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഹെയർ ഒക്കെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് പിടിച്ച് യൂസ് ചെയ്യാൻ കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് നമ്മളിങ്ങനെ ലോങ് വേയിലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇതെനിക്ക് കുറച്ചുകൂടെ ഹാൻഡി ആയിട്ട് തോന്നി, കണ്ടില്ലേ, കുറച്ചുകൂടെ ഹാൻഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഹെയറിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു നോട്ടീസബിൾ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ലോങ് ഹെയർ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി പാടായിരുന്നു മാനേജ് ചെയ്യാൻ. നമുക്ക് ഒരാൾ ചെയ്തു തരും പോലെ അത്രയും കംഫർട്ടായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്റെ ഒരു ഹെയറിൽ എനിക്ക് ഭയങ്കര നോർമൽ നമ്മൾ സലോണിൽ പോകുമ്പോൾ കാണുന്ന അങ്ങനത്തെ ഒരു ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സോ എന്റെ കസിൻ ഉണ്ട് ഇവിടെ, നമുക്ക് പുള്ളിക്കാരിയുടെ ഹെയറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. എന്റെ ഹെയർ ടെക്സ്ചറിൽ അങ്ങനെ വലുതായിട്ട് അറിയുന്നില്ല. സോ നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ ഒരു ഹെയർ ടെക്സ്ചറിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ഈ ഒരു സൈഡ് നമ്മൾ ചെയ്യുന്നില്ല, ഈ ഒരു സൈഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതും ഞാൻ ലോയിലിട്ട് ഡീടാങ്കിൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ മീഡിയത്തിലേക്ക് ഇടുന്നത്.
അത്യാവശ്യം തിക്കാണ്. അപ്പൊ നമ്മളൊരു പാർട്ടീഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു എഫക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. കുറച്ച് കുറച്ച് പോർഷൻ ആയിട്ട് നമുക്ക് എടുത്ത് ചെയ്ത് നോക്കാം. മീഡിയത്തിലേക്ക് ഇടാം. യു ക്യാൻ സീ ദ ഡിഫറൻസ് അല്ലേ? നോക്കിയേ, ഈ ഒരു ഹെയർ നമ്മൾ നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കി പോർഷനോടും ചെയ്യാം. ഫിനിഷ് കണ്ടോ? സോ ദിസ് ഇസ് ഹൗ നമ്മൾ ആ ചെയ്തൊരു സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് മറ്റേ സൈഡ് നോക്കാം. സോ ദിസ് ഇസ് ദ ഡിഫറൻസ്. ഈ ഒരു റേഞ്ച് ഓഫ് ഡിഫറൻസ് ആണ് വരുന്നത്. ഈ ഒരു എൻഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടിയിൽ കൂടെ വെച്ച് സ്റ്റൈൽ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇവിടെ ഒരു ബൗൺസി എഫക്റ്റ് വരുന്നില്ലേ, അത് വന്നത്. സോ ഇങ്ങനത്തെ ഒരു ഹെയർ ടെക്സ്ചറിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. ലൈക്ക് ഇത് ലിറ്ററലി എൻ്റെ ഹെയറിലും എൻ്റെ കസിൻ്റെ ഹെയറിലും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഇതിന്റെ റിവ്യൂ, ജെനുവിൻ റിവ്യൂ എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ജെനുവിൻ റിവ്യൂ ഓഫ് Urbanuk 3-in-1 ഹോട്ട് എയർ ബ്രഷ്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് വർത്ത് ദ ഹൈപ്പ്. ഈ ഹൈപ്പിൽ കാണുന്ന പോലെ സിംഗിൾ സ്ട്രോക്കിൽ സാലോൺ ഫിനിഷ് അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇറ്റ്സ് ലൈക്ക് ഓക്കെ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചൊരു ഷോർട്ട് ഹെയർ ആയിട്ടുള്ളവർക്കും നല്ലോണം ഇച്ചിരി അധികം ഒരു 30% എബോവ് ഫ്രിസി ആയിട്ടുള്ളവർക്കും ഓക്കെ. അവരത് യൂസ് ചെയ്ത് വരുമ്പോൾ അവർക്കൊരു ചേഞ്ച് തോന്നും. അല്ലാണ്ട് മീഡിയം ടു സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടുള്ളവർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നില്ല. നിങ്ങൾക്ക് അത്രയും മാനേജബിൾ അല്ല, അത്രയ്ക്ക് ഫ്രിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിഫറൻസ് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡിഫറൻസ് തോന്നും. നമ്മൾ ഈ ഹൈ ആയിട്ടുള്ള ഹെയർ സെറ്റിങ്ങിൽ കുറേ നേരം ഇട്ട് നമ്മൾ കോംബ് ചെയ്ത് അത്രയും ഹെയറിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ചേഞ്ച്. ഓക്കെ, അതിപ്പോൾ ഡെയിലി ബേസിൽ ഐ വോണ്ട് റെക്കമെൻഡ്. നമ്മളിപ്പോൾ എത്ര ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്താലും ഡെയിലി ബേസിലൊന്നും അത് യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഹെയറിന് ഭയങ്കര, നമ്മളിപ്പം ഷോർട്ട് ടേം ബെനിഫിറ്റിന് വേണ്ടി അങ്ങനെ ചെയ്യുമെങ്കിലും ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഫോളും ഹെയറിന്റെ ടെക്സ്ചർ മാറും. സോ ഓക്കെ, വൺസ് ഇൻ എ വൈൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ. ലൈക്ക് എത്ര കൺവീനിയന്റ് ആണെന്ന് പറഞ്ഞാലും. സോ അതാണ് ഇതിന്റെ കാര്യം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിന്റെ ബ്രിസിൽസ് കണ്ടോ? ഇത്രയും ടൈനി ബ്രിസിൽസ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത ഹെയർ ഒക്കെ നമുക്ക് ഇതിനിടയിൽ നോർമൽ ഹെയർ ഫോൾ ആണ്. ഈ ഒരു ഹെയർ ഫോൾ ഒക്കെ നമുക്ക് വരും. പക്ഷെ സ്റ്റിൽ അതിങ്ങനെ ഇടയിൽ കയറി ഇരിക്കുമ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു നാനോ ബ്രഷോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. സോ ഞാൻ പറയട്ടെ, ഹെയർ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ലോങ് ആയിട്ടുള്ളവർക്ക്, മീഡിയം വരെ ഉള്ളവർക്ക് ഇറ്റ്സ് ഫൈൻ. അത് കഴിഞ്ഞ് ലോങ് ആയിട്ടുള്ളവർക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാലോൺ ലൈക്ക് ഫിനിഷ് ഒന്നും ഉണ്ടാവത്തില്ല. ലൈക്ക് ഓക്കെ, ഒരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, നമുക്ക് ആ ഒരു ടൈം എടുത്ത് ചെയ്യാൻ ഓക്കെയാണ്. പക്ഷെ സെൽഫായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഹെയർ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും ഞാൻ അധികം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് ഓക്കെ. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റർ ഒക്കെ വാങ്ങാനായിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. നമ്മൾ കാരണം കുറച്ച് പാർട്ടീഷൻ എടുത്ത് അത്രയ്ക്കും ഹീറ്റ് ഒക്കെ ഡയറക്റ്റ് കൊടുക്കുന്നതിനേക്കാളും നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഇതാണ്. അല്ലാതെ ഒരു ഓക്കെ ആയിട്ടുള്ള ഹെയർ ആണ്, പക്ഷെ എനിക്ക് ആ സാലോൺ ഫിനിഷ് ലുക്ക് തന്നെ അത്രയും പെർഫെക്ഷനിലോട്ട് പോകണം എന്ന് പറഞ്ഞ് നോക്കുന്നവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിവിടെ പ്രൊമോഷൻ വീഡിയോയിലാണെങ്കിലും ഇൻസ്റ്റന്റ് ചേഞ്ചസും ഭയങ്കര സാലോൺ ലൈക്ക് ഹെയർ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ വാങ്ങരുത്. ഒരു നോർമൽ എഫക്റ്റേ ഉള്ളൂ, അല്ലാതെ ഈ സാലോൺ ലൈക്ക് എഫക്ട് സിംഗിൾ സ്ട്രോക്കിൽ അങ്ങനൊന്നുമില്ല. നമ്മൾ കുറേ നേരം അതിന് വേണ്ടി മെനക്കെട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. സോ അതാണ് നമ്മുടെ ജെനുവിൻ റിവ്യൂ. സോ ഐ ഡോണ്ട് വോണ്ട് ടു പ്രൊമോട്ട്, ചുമ്മാ ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് എടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണ് ലൈക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. പ്രൊഡക്റ്റ് അഴുക്കാണെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്, പക്ഷെ ഹൈപ്പിനുള്ളതില്ല. സെൽഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാനേജ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ നല്ല വൃത്തി ആയിട്ടുള്ള ഹെയറിന് യു വിൽ ബി സീയിങ് ഡിഫറൻറ്റ്. അല്ലാതെ ഒരു ഓക്കെ ആയിട്ടുള്ള ഹെയർ, നോർമൽ ടു ഓക്കെ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് എന്നല്ല, അത് യൂസ് ചെയ്യുമ്പോൾ അത്ര ഞങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ഫീൽ ചെയ്യില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ Urbanuk 3-in-1 ഹോട്ട് എയർ ബ്രഷ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇതുപോലത്തെ ഡിഫറെന്റ് ഓണസ്റ്റ് റിവ്യൂസും ഹാൾ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ഐക്കനോട് എനേബിൾ ചെയ്യുക. നമ്മൾ ഇതിന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ്സ് all about today's video. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്.
So thank you for watching. It's me Sneha signing off. Stay stylish, keep smiling. Bye bye.